ഇനി സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ ക്രോഡീകരിക്കുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ കിതാബിന്റെ പേരാണ് അദ്കാർ. മുസ്ലിമീങ്ങൾ ദിവസേന ചൊല്ലേണ്ട ദിക്ർ. ആ ദിക്റിൽ നിങ്ങൾക്ക് കാണാം, ബാബുമാ യുഖാലു ഇദം ഫലതത് ദാബത്തുഹു, വാഹനം അതാ കാണാതെയായാൽ എന്ത് ചൊല്ലണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ഉദ്ധരിക്കുകയാണ്. ഇദം ഫലതത് ദാബത്തു അഹദികും ബിഅർളി ഫലാത്തിൻ ഫൽയുനാദി യാ ഇബാദല്ലാഹ്, മഹാന്മാരെ എന്റെ വാഹനം ബന്ദ് ചെയ്യണേ, ഹിബിസോ, എന്റെ വാഹനം പോയി അത് ബന്ദ് ചെയ്യണേ എന്ന് വിളിച്ചു പറയണം. കാരണം ഫഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫിൽ അർദി ഹാസിറൻ സയഹബിസുഹു, അല്ലാഹുവിന് പെട്ടെന്ന് ഹാദിറായി അത്തരം വാഹനങ്ങളെ ബന്ദ് ചെയ്യുന്ന ചില മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ പറയട്ടെ, ഹഖാലി ബഅദു അശ്ശൂഖിനൽ കിബാർ, നമ്മളെ ഉസ്താദുമാരിൽപ്പെട്ട വലിയ പ്രമുഖന്മാരായ ചില ആളുകൾ ഞങ്ങൾക്ക് ഇൽമിൽ ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അന്നഹു ഉഫ്തിലിതത്തിൽ ഹു ദാബത്തുൻ അദുനുഹാ ബഗലതൻ, ഒരു ഗോവർ കൈത മൂപ്പരത് കാണാതെയായി പോയി. ഫകാന യഅരിഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് അറിയാമായിരുന്നു. ഫഖാലഹു, അങ്ങനെ മഹാന്മാരെ വിളിച്ച് തേടി. ഫഹബസല്ലാഹു അലൈഹിം ഫിൽ ഹാൽ, അപ്പോൾ തന്നെ ആ വാഹനത്തെ അല്ലാഹു ബന്ദ് ചെയ്തു കൊടുത്തു. വകുന്തു, നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അന മറത്തൻ മാ ജമാഅത്തിൻ, ഞാനൊരു വലിയ സമൂഹത്തിന്റെ കൂടെ പോവുകയായിരുന്നു. ഫംഫലതത് മിൻഹാ ബഹീമത്തുൻ, ഒരു വാഹനം അതിൽ നിന്ന് കുതറി ഓടിക്കളഞ്ഞു. വഅജസു അൻഹാ, അതിനെ പിടിക്കാൻ കിട്ടിയില്ല. ഇന്നത്തെ പോലത്തെ ബ്രേക്കുള്ള വാഹനമല്ല, അന്ന് മൃഗങ്ങളാണ്, അതേ പിടിക്കാൻ കിട്ടിയില്ല. ഫഖുൽതുഹു, ഉടനെ ഞാൻ യാ ഇബാദല്ലാഹി ഹിബിസു, മഹാത്മാക്കളെ ബന്ദ് ചെയ്യൂ എന്ന് മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന ആ പദം പറഞ്ഞു. ഫവഖഫത് ഫിൽ ഹാൽ, അപ്പോൾ തന്നെ അതവിടെ നിന്നു. മിൻ ഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഈ ഇസ്തിഗാസ ചെയ്തതല്ലാതെ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. ആ വാഹനം അവിടെ നിന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്, മുസ്ലിമിയൊക്കെ ചൊല്ലാനുള്ള ദിക്റുകൾ ക്രോഡീകരിച്ച് എന്ന് അതിൽ രേഖപ്പെടുത്തുകയാണ്. ഓ സഹോദരന്മാരെ, ഇതിൽ തന്നെ അതാ കാലുകൊച്ചിയപ്പോൾ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതും ഇതിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് രണ്ടും അതാ ഇബ്നു തൈമിയ്യ, നിങ്ങളുടെ നേതാവ് നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ അൽ കലിമു തയ്യിബ് എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുകയാണ്. ഓ സഹോദരന്മാരെ, അത് തന്നെ അതാ അതിനൊരു വിരോധവുമില്ലെന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്ത് കൈയ്യട്ടണം എന്ന് പറഞ്ഞ ഷൗക്കാനി, നിങ്ങളുടെ നേതാവ്, അദ്ദേഹം എഴുതുന്നു തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ. കിതാബും കൊണ്ടുവാ, ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കിതാബും കൊണ്ടുവാ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, തീർന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അദബുൽ മുഫ്റദ്, അതിലും അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദ്റത്ത് റിജ്ലു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കോച്ചി. ഫഖാല ലഹു റജുൽ, ഒരാൾ പറഞ്ഞു, ഉദ്കുറു ഹബ്ബൻ നാസി ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിങ്ങൾ വിളിച്ചോ. ഫഖാല യാ മുഹമ്മദ്, ഉടനെ വിളിച്ചു യാ മുഹമ്മദ്. വിളിച്ചപ്പോൾ കാലിന്റെ വിഷമം അങ്ങ് നീങ്ങി. ഇതെന്തിനാ ഇമാം ബുഖാരി കൊണ്ടുവന്നത്? ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു, ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുക്കുകയാണ്. കാല് കോച്ചിയാൽ ചൊല്ലൽ സുന്നത്തായ ദിക്ർ, റസൂലുള്ളാഹിനെ വിളിക്കലാണ്, പറയലാണ്. ഇങ്ങനെ കാല് കോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അൽ അദബുൽ മുഫ്റദ് എന്ന ഈ കിതാബിൽ എഴുതി വെച്ച ഇമാം ബുഖാരി കാഫിറാണോ സലഫി, മുശ്രിക്കാണോ സലഫി? വഫാത്തായ നബിയെ വിളിച്ച ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? കുഫ്റാണെന്നല്ലേ നിങ്ങളെ വാദം? ഓ, പറയണം, നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തോട് പറയണം. നിങ്ങളെ കയ്യില് സഹോദര ധാരാളം പണമുണ്ട്, മുതലാളിമാരെ സക്കാത്തൊക്കെ പിരിച്ച് നിങ്ങൾ കയ്യിലാക്കിയിട്ട് പണം ധാരാളമുണ്ട്. നിങ്ങൾക്കതാ പണം ചെലവഴിച്ചിട്ട് കോടികൾ തുരക്കുന്നതിന് പ്രശ്നമില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ആരാന്റെ സക്കാത്തല്ലേ, വിശ്വാസമുണ്ടെങ്കിലല്ലേ നിങ്ങൾക്കതൊക്കെ പ്രശ്നമുള്ളൂ. പക്ഷേ ചോദിക്കട്ടെ, ഞാൻ ഇന്ന് ഉദ്ധരിച്ച ഓരോ ഇമാമീങ്ങളും അവരെ കിതാബിൽ എഴുതി വെച്ചത് അവര് ശിർക്ക് പ്രചരിപ്പിച്ചതാണോ മൗലവിമാരെ? ഞാൻ മഞ്ചേശ്വരത്തിന് ചോദിച്ചപ്പോ ഇമാം ബുഖാരി പ്രത്യേകം ഒരു ബാബ് കൊടുത്തുകൊണ്ട് ഒരു അധ്യായം കൊടുക്കുകയാണ്. എന്താണ് അധ്യായം? ബാബു മാ യഖൂലു റജുലു, ഒരാൾ പറയേണ്ട വാക്ക്, അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഇദാ ഖദറത് റിജ്ലുഹു, കാല് തളർന്നാൽ ഒരാൾ പറയേണ്ട വാക്കെന്ത് എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി. അതെ, യാ മുഹമ്മദ് ഫഖാല ലഹു റജുലുൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലി തളർന്നപ്പോൾ
ഫഖാല ലഹു റജുലുൻ, ഒരാൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കുക. എല്ലാവർക്കും അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിമീങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ. ഉടനെ ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചു. നിങ്ങളെ ശുദ്ധമായ കളവ് മാത്രം പറഞ്ഞു പഠിച്ച സക്കറിയ സലാഹി പറഞ്ഞു, യാ മുഹമ്മദ് എന്ന് യാ എന്ന് അദബുൽ മുഫ്രദിൽ ഇല്ലെന്ന് പറഞ്ഞു. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചാ കൊണ്ടുവന്നിട്ട് നോക്കാം, പരിശോധിക്കാമോ എന്നൊരു ഉപദേശമുണ്ട് സലാഹി. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. അപ്പൊ പരിശോധിക്കാൻ തയ്യാറില്ല, ഇപ്പോഴും തയ്യാറില്ല. യാ മുഹമ്മദ് എന്ന് കിതാബിലില്ലേ മൗലവിമാരെ? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തിനാണ് നിങ്ങൾ മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ സർവ്വ മഹല്ലിലും നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്തിനാ നിങ്ങൾ ഓരോ നാട്ടിലും വന്ന് ഫിത്നയും ഫസാദും വിതക്കുന്നത്? എന്നിട്ട് നിങ്ങളെ ധാരണ എന്താണ്? ഞങ്ങളുടെ സംഘടനാപരമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സ്ക്രീനിൽ വലിച്ചിട്ടാൽ ഞങ്ങൾ നാദാപത്തും ഞങ്ങൾ സുന്നികളായ ആളുകൾ ഓരോ സംഘടനക്കാര് തമ്മിൽ തല്ലുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പെട്ടുപോയി അല്ലേ? എന്റെ മൗലവി, അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇസ്ലാമിലാണോ അല്ലേ എന്നാദ്യം ഒന്ന് ആലോചിക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന മൗലവി, നമ്മൾക്ക് ഇമാമിങ്ങളും ഉസ്താദുമാരും ഒക്കെ ചൊല്ലിത്തന്ന മൗലിദ്, ആ മൗലിദ് ചൊല്ലിയിട്ട് നമ്മളെ ശിർക്കും കുഫറുമാക്കുന്നത് ഒന്ന് കേട്ടോ സഹോദരന്മാരെ. മൗലവിനെ കാണാനൊരു ചെറിയ പൂതി ഉണ്ടാവൂലേ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണാം. അദ്ദേഹം ഒരു മൗലിദ് ഓതട്ടെ. കാരണം മൂപ്പർക്ക് നല്ല സൗണ്ട് ഉണ്ട്. ഉള്ള പോലെ പറയണ്ടേ, അയാളെ സൗണ്ട് നല്ല സൗണ്ടാണ്. നമ്മൾ കളവ് പറയൂല, സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കൊണ്ട് മൂപ്പര് കുറെ പാട്ട് പാടൂ. അതെന്തിനാ? ഈ പാട്ട് കേൾക്കാൻ വേണ്ടി കുറച്ചാൾ വന്നാൽ അതിന്റെ ഇടക്ക് കളത്ര പറയാലോ. അതിന് കുറെ പാട്ട് പാടും. ആ കൂട്ടത്തില് ഷറഫ് അല്ലനാമ്, അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇവരെ വേറൊരു മൗലവി പറയുന്നുണ്ട്, ഞാക്കള ഹുസൈൻ സലഫിക്കുണ്ട ഒരു സൗണ്ട്. അതുകൊണ്ടെങ്ങാനും ഞങ്ങളൊരു സലാത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1000 വരും. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറെ നാളേക്ക് വെക്കുന്നുണ്ട് ഞാൻ. ഇന്ന് കുറച്ച് കിതാബ് വായിക്കാന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് അതൊന്ന് അബ്ദുൽ മിസ്കീൻ മൗലവി ഒന്ന് പാടട്ടെ. ഷറഫല്ലനാമ് മൂപ്പര് സ്വന്തം കുത്തിന് പാടൂല, ഞമ്മള് മുഖേനെങ്കിലും പാടട്ടെ. ഷറഫല്ലനാമ് ഒന്ന് പാടിക്കും മൗലവിനെ കൊണ്ട്. عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير فأغيثني وأجيرني يا بجير من السعير يا غياثي يا ملاذي في ملمات الأمور. അങ്ങയുടെ ഈ സാധുവായ അടിമ അങ്ങയിൽ നിന്ന് ധാരാളം ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയേ. അതുകൊണ്ട് എന്നെ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം. എന്റെ അഭയമാണങ്ങെന്ന്, എന്റെ സഹായമാണങ്ങെന്ന്, ഏത് കാര്യത്തിലും എനിക്ക് അങ്ങാണ് അവലംബം എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ? ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഇസ്ലാം പഠിപ്പിച്ചതാണോ? ആരോടൊക്കെ ഇപ്പൊ ചോദ്യം? ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോട്, നവവി ഇമാമിനോട്, മാലിക് ഇമാമിനോട്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു ഖുദാമയോട്. ഞാൻ ഇതുവരെ വായിച്ച ദശക്കണക്കിന് ഇമാമികളുണ്ട്. അവരോടൊക്കെ സലഫിന്റെ ചോദ്യം, ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ ഇയാൾക്കറിയോ? ഈ ഇമാമിങ്ങളോട് ചോദ്യം, ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? എന്നാൽ ഞാൻ മറുപടി പറയുന്നു, ആ ഇമാമിങ്ങളല്ലേ ഇല്ലാത്തത്? ഞങ്ങളിവിടെ ഇല്ലേ? ആ ഇമാമിങ്ങൾക്ക് വേണ്ടി പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടില്ലേ? ആഹ്വേ, അവരെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനേ.